ഹായ് ചങ്കുകളെ, അപ്പോൾ നമുക്ക് ഓട്ടോക്കാരൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൂപ്പാറ അടുത്തുള്ള തേയിലത്തോട്ടമാണ് കേട്ടോ. തേയിലത്തോട്ടമാണ് ഈ കാണുന്നത്. ഇതുകൊണ്ട് ചെറിയ ചാറ്റൽ മഴയാണ്. ചാറ്റൽ മഴയത്ത് ഈ തേയിലയിൽ വെള്ളങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ വെട്ടാറായി നിൽക്കുന്ന തേയിലയാണ് കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ വന്ന് ചെറിയ മഴയുണ്ട്, ഞാൻ നനയുന്നുണ്ട്. ഇതുകൊണ്ടോ നല്ല ഭംഗിയായി ഈ സമയത്ത്. ഇത് കണ്ടോ, ഇത് നുള്ളാറായ തേയില. പണ്ടൊക്കെ നുള്ളുക എന്ന് പറയും, ഇപ്പോൾ തേയില വെട്ടുക എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ വെട്ടുക, നമ്മൾ ഈ പൂച്ചെടിയൊക്കെ വെട്ടുന്ന കത്രികയില്ലേ, അതുപോലത്തെ കത്രിക സെറ്റാക്കി വെച്ച് അതിൻ്റെ അറ്റത്ത് 2 വലയൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്തേക്കാണ് വെട്ടിയിടുന്നത്. ഇവിടെയൊക്കെ നുള്ളാറായ തേയിലയാണ്. തേയില ഇത് നുള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ ഇത്ര ഭംഗി കാണത്തില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ, അടിപൊളിയല്ലേ. അതിനകത്തുകൂടെ ഒരു ഓട്ടോ പോകുന്നുണ്ടോ, അതിനകത്തൂടെ വണ്ടികൾ പോകുന്ന കാണാൻ നല്ല രസമാണിത്. ഈ സൈഡ് അതിലേ റോഡാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അതിനകത്തൂടെ വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ. അതിനകത്തൂടെ ഒരു നീല ബസ് വരുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന റോഡല്ല, അത് കുമളി മൂന്നാർ റോഡാണ്. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിലാണ് നമ്മൾ ഇവിടെ തേയില നുള്ളിയിട്ട് ഇവിടെ കയറ്റി വെക്കും. ഇവിടെ സ്റ്റെപ്പ് ഇത് ചെയ്ത് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്, ഇതിൽ തേയില അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചേച്ച് അവിടെ നിന്ന് വണ്ടികളിലേക്ക് കയറ്റും. ട്രാക്ടറുണ്ട്, ട്രാക്ടർ വണ്ടിയിലേക്ക് കയറ്റും, എന്നിട്ടവർ കൊണ്ടുപോകും. നമുക്കിവിടെ വേഗം കാണിച്ചു തരാം. ഒരു ഓട്ടോ വരുന്നുണ്ട്. ഇവിടെ വണ്ടിയൊക്കെ ഇട്ട് തിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിനകത്തോടെ വണ്ടി പോകുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇന്ന് നമുക്ക് വേറൊരു സംഭവം കാണാം കേട്ടോ. ഇതിനകത്തൊരു മുനിക്കല്ലാണെന്ന് തോന്നുന്നു, അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അതിനടുത്തേക്ക് പോവാം. ഇതുണ്ടോ, ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഉണ്ടോ, തേയിലയുടെ മഴ നനഞ്ഞ് നിൽക്കുന്ന നുള്ളാറായ തേയില ആയതുകൊണ്ടാണ് അത്ര ഭംഗി. ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് മൂന്നാറൊക്കെ പോയായിരുന്നു. മൂന്നാറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ണൻദേവൻ്റെ ഫാക്ടറി ഉണ്ട്. ഫാക്ടറിയിൽ നിന്നൊക്കെ ഞങ്ങൾ തേയില വാങ്ങിയായിരുന്നു. 1/2 കിലോയുടെ 3 പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ 1 ഫ്രീ. കണ്ടോ, ഇവിടെ നിന്ന് നോക്കി ആ തേയില നിൽക്കുന്ന കേട്ടോ, നല്ല ഭംഗിയല്ലേ. ഒക്കെ വെള്ളം വീണങ്ങനെ നിൽക്കുകയാണ്, ചെറിയ മഴയുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ മുനിക്കൽ ഇവിടെ ഉണ്ട്. ഇതുണ്ട്, അടിപൊളിയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ചൗക്ക മരങ്ങൾ വെച്ച് നിർത്തിയിട്ടുണ്ട്. ചെറിയൊരു തണൽ ഇതിനാവശ്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ മുനിക്കല്ല്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അതാണ് മുനിക്കല്ല്. ഇതിനകത്തൂടെയാണ് ഞാനിപ്പോൾ കയറി പോകുന്നത് കേട്ടോ. തേയിലയ്ക്ക് അകത്തൂടെയാണ്, ചെറിയ വഴിയുണ്ട്. നമ്മൾ ചെല്ലുന്ന ഇവിടെ ഒരു കല്ലുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇതൊരു കല്ലാണ്, ഒറ്റ പീസ് കല്ലാണ്. ഇത് നമ്മൾ മാർബിളൊക്കെ കീറിയെടുക്കുകയല്ലേ, അതുപോലെയുള്ള ക്ലിയറായിട്ട് കാണാമോയെന്നറിയില്ല. വലിയ കല്ലാണിത് കേട്ടോ. പിന്നെ ഇതിനടുത്ത് തന്നെ ഒരെണ്ണം കൂടി കുത്തി ചാരി നിൽക്കുന്ന ഒരു കല്ല് കണ്ടോ. വേണ്ട, വലിയ കല്ലാണ്. ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. വേണ്ട, കീറിയ ഒരു പീസായിട്ട് പണ്ട് കാലത്ത് നൂറ്റാണ്ടുകൾ മുമ്പുള്ള കല്ലാണ്. ഒറ്റ പീസായിട്ട് ഇങ്ങനെ ഇന്നത്തെ മനുഷ്യർ കീറിയെടുക്കുന്നതാണ്. വേണ്ട, എൻ്റെ കഴിഞ്ഞും ഹൈറ്റിലാണ് നിൽക്കുന്നത്. എൻ്റെ കഴിഞ്ഞും ഹൈറ്റിൽ ഒരു 7 അടി. ഇതിൻ്റെ ഇരട്ടി താഴേക്ക് കാണും. ഇതിൻ്റെ താഴേക്കും ഉണ്ട് കേട്ടോ. ചുറ്റും തേയിലയാണ്. തേയിലയുടെ നടുക്കാണ് കേട്ടോ കല്ല്. വേണ്ട, തേയില തന്നെ നല്ല ഹൈറ്റിലാണ് നിൽക്കണേ. അതിന് മുകളിലാണ് കല്ല് നിൽക്കണേ കേട്ടോ. ഇത്രയും തന്നെ ഇതിൽ കൂടുതൽ ചിലപ്പോൾ അടിയിലേക്കാണ്. ഇത് പണ്ട് കാലത്ത് മുനിമാർ തപസ്സിരുന്ന കല്ലുകളാണെന്നാണ് പറയണത്. ഇത് ഇങ്ങനെ ഒരെണ്ണം നിൽക്കും, പിന്നെ മുകളിൽ
ഒരെണ്ണം ഇപ്പുറ രണ്ട് സൈഡിൽ ബാക്കിലും കാണും 3 സൈഡിൽ കല്ല് കാണും. എന്നിട്ട് മുകളിൽ കൂടെ ഒരു കല്ല്, എന്നിട്ട് ഒരു ഗുഹ പോലെ. അങ്ങനെയാണ് മറയൂരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇതുപോലെ കല്ലുകൾ ഇപ്പോഴും. അതിൻ്റെ ഒരു കല്ലിൻ്റെ ഒരു സൈഡാണ് ഇത് കണ്ടോ, വേറൊരു കല്ലാണ്. ഇതുപോലെ 3 കല്ലുകൾ കാണും. മറിഞ്ഞ് വീണ് താഴെ കിടക്കുന്ന അതും ചാരി താഴേക്ക് വെച്ചേക്കുന്നതാണ് ഇതുണ്ട്. പിന്നെ ഒരു കല്ല് അപ്പുറം കാണുന്നുണ്ട്. ഇതും അതിൻ്റെ പീസെങ്ങാണ്ടായിരിക്കും. ഇതും മണ്ണടിയിലേക്ക് കാണും. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാനൊരു ഓട്ടം വന്നതാണ്. അപ്പോൾ ഞാനിങ്ങ് അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലിരിക്കുമ്പോൾ 2 ഭായിമാർ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പൂപ്പാറ വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോ ഇല്ലാതെ പട്ടി കിടക്കണ പോലെ അവിടെ കിടക്കുകയാണ്. ചാടി കയറി മക്കളെ എന്ന് പറഞ്ഞ് ചാടി കയറ്റി അവന്മാരെ ആയിട്ട് ഇങ്ങ് പോകുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് കേട്ടോ അവിടെ കിടക്കണേ. ഓട്ടോക്കാരൻ്റെ ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. വേറെ ആരോ ഒരു വണ്ടിയും കൂടി അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. തേയില ഇത് കുരുമുളകാണ് നിൽക്കുന്നത് കേട്ടോ. ആ കുരുമുളകൊക്കെ പറിക്കാറായി വരുന്നു. തേയിലക്കകത്ത് നിൽക്കുന്ന ആ മരത്തേലൊക്കെ. പിന്നെ നമ്മുടെ ആ കാണുന്ന സിറ്റിയുടെ ഒരു ഭാഗമാണ്, പൂപ്പാറ സിറ്റിയുടെ ഒരു ഭാഗമാണ് കേട്ടോ ആ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ തമിഴ്നാടിനൊക്കെ തിരിയുന്ന ഭാഗങ്ങളാണ്. പൂപ്പാറ സിറ്റിയിൽ നിന്നാണ് തമിഴ്നാട് മൂന്നാർ ഭാഗങ്ങളിലേക്കൊക്കെ തിരിയുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഓട്ടോക്കാരൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. ബൈ.